एवरीवन, मैं हूँ श्वेता। मेरा नाम है इंद्र और आप सबका स्वागत है हमारे चैनल में। अभी हम बंधनम मूवी के सीन्स पे रिएक्ट करने वाले हैं, तो आइए देखते हैं। वो पुरानी मूवी लग रहा है ना। पुलिस की गाड़ी एक छुप जाए तो पकड़ लेगी पुलिस। देखना आवाज आ रही है। वंदनम फॉन्ट देखना लिखा पुराना स्टाइल है। എങ്ങനെയാണ് അവർ രക്ഷപ്പെട്ടത് അറിയില്ല. എപ്പോഴാണ് രക്ഷപ്പെട്ടത്? വൈകുന്നേരം 4 മണിക്കാണ് അവരെ അവസാനമായി കണ്ടത് അല്ലേ? മിൽക്ക് വാനിൽ കൂടി ആയിരിക്കും രക്ഷപ്പെട്ടതെന്നാണ് കരുതുന്നത്. बाबा How they are gonna catch them? Okay. बंदूक अरे रे എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ ആയിരുന്നു. സർ, എന്തിനാണ് ഇയാളെ ശിക്ഷിച്ചത്? ബാംഗ്ലൂര് ഒരു പെൺകുട്ടി റേപ്പ് ചെയ്ത കേസിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അതിവിദഗ്ധമായി ജയിൽ ചാടി. അതിനുശേഷം 6 മാസത്തേക്ക് യാതൊരു വിവരവുമില്ല. ഒരാഴ്ച മുമ്പ് ആറ്റിങ്ങിൽ വെച്ച് നടന്ന പ്രതിപക്ഷ കക്ഷികളുടെ സമ്മേളനത്തിൽ പ്രസംഗിക്കാനെത്തിയ ബാംഗ്ലൂർ എം പി തോപ്പിൻകാട് രാമകൃഷ്ണനെ കൊല ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിൽ വീണ്ടും പിടിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് എൻക്വയറി നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും രക്ഷപ്പെട്ടത്. ഇയാളോടൊപ്പം രക്ഷപ്പെട്ടു എന്ന് പറയുന്ന പ്രതി ഏതാണ്? രഘു. അനാഥനാണ്, ഡ്രൈവിംഗ് അറിയാം.
പറഞ്ഞു കേട്ടിടത്തോളം ഈ ഫോട്ടോഗ്രാഫ് രഘുവിന്റെ കാമുകിയുടേതാവും, അല്ലെങ്കിൽ പ്രൊഫസറുടെ ആരെങ്കിലും ആവും. എന്തായാലും പ്രൊഫസർ ഫെർണാണ്ടസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കളക്ട് ചെയ്യാൻ മിസ്റ്റർ ഉണ്ണികൃഷ്ണനും KP നായരും ബാംഗ്ലൂർക്ക് പോകണം. ഈ ബാംഗ്ലൂർ പോകുമ്പോൾ പറയുന്ന ആൾക്കാരുടെ നാടാണ്. പേര് കേട്ടാലേ പേടിയാവും. എന്റെ അമ്മ, അവരുടെ പേര് അങ്ങനെയാണെന്നേ ഉള്ളൂ. ആൾക്കാരൊക്കെ വെറും പാവങ്ങളാണ്. എന്തായാലും സൂക്ഷിക്കണം. നിനക്കിപ്പോ ശനിദശയാ. ദിവസവും ശാസ്താവിന്റെ അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിക്കാം. ബാംഗ്ലൂരിൽ ശാസ്താവിന്റെ അമ്പലം ഉണ്ടോന്ന് അറിയില്ല, ഉണ്ടെങ്കിൽ തീർച്ചയായും പ്രാർത്ഥിക്കാം. നീ പോയിട്ട് വരുമ്പോഴേക്കും അമ്മ സുന്ദരിയായ ഒരു പെണ്ണിനെ കണ്ടുവച്ചേക്കാം. ഞാനും അവിടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വേണ്ട 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 വേണ്ട, ഭാഷ അറിയാത്ത ഒന്നിനും ഞാൻ ഇവിടെ കേട്ടില്ല. എന്നാ വേണ്ട. പിന്നെ കേസ് അന്വേഷിച്ച് നടന്ന് സമയത്തിന് ആഹാരം കഴിക്കാതിരിക്കരുത് കേട്ടോ. അമ്മ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇനി കിന്നാലും പറഞ്ഞാൽ വണ്ടി പോകും. പോട്ടെ, പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പോയിട്ട് വരാം. ശരി. ഈശ്വര. ഈ ഫോട്ടോയിലുള്ള പെൺകുട്ടിയെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പ്രൊഫസർ കുര്യൻ ഫെർണാണ്ടസിന്റെ മകളാണ്. ഡോക്ടർ ഒരു അഡ്വർടൈസിംഗ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു. രാമഗോഡ സ്ട്രീറ്റിൽ ഒരു ഫ്ലാറ്റിൽ പേയിങ് ഗസ്റ്റായി താമസിക്കും. ഇവർ ഈ കേസിനെ കുറിച്ച് അന്വേഷിക്കാൻ കേരളത്തിൽ നിന്ന് വന്നതാണ്. സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ, സബ് ഇൻസ്പെക്ടർ KP നായർ, പുരുഷോത്തമൻ നായർ, ഇത് ഇൻസ്പെക്ടർ പീറ്റർ കളിക്കൽ. എത്രയും പെട്ടെന്ന് ആ പെൺകുട്ടി അവൾ താമസിക്കുന്ന സ്ഥലവും വാച്ച് ചെയ്യണം. കന്നഡ സംസാരിക്കാനൊക്കെ അറിയാമോ? ഇല്ല സർ. ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോ കമ്മ്യൂണിക്കേഷൻ അതൊരു ബുദ്ധിമുട്ടാവില്ലേ? ബുദ്ധിയുള്ളവർക്ക് അതൊരു ബുദ്ധിമുട്ടാകുന്ന പ്രശ്നമേ അല്ല സർ. നാക്ക് വടിച്ച് സംസാരിച്ച മലയാളം, നാക്ക് വടിക്കാതെ സംസാരിച്ച കന്നഡ, അത്രേ ഉള്ളൂ. കൂടെ വർക്ക് ചെയ്യാൻ മലയാളി ഇൻസ്പെക്ടർ ആയിട്ട് പീറ്ററേ ഉള്ളൂ സർ. എനിക്ക് മലയാളി എന്ന കൂടെ വേണമെന്നില്ല സർ. തമ്പടി വിട്ടു. KP നായരെ ഇൻസ്പെക്ടർ ഇന്നസൊക്കെ സഹായിക്കും. ഞാൻ അറേഞ്ച് ചെയ്യാം. ഉണ്ണികൃഷ്ണനും പീറ്ററും കൂടി വിവരം കിട്ടിയാലോ സഹായം ആവശ്യമുണ്ടെങ്കിലോ കൺട്രോൾ റൂം വിളിച്ചു പറയണം സർ. യു ക്യാൻ സ്റ്റാർട്ട് യുവർ വർക്ക് ടുഡേ സർ. നിനക്കെന്നെ മനസ്സിലായടേ? നീ SI? നീ SI? ഇത് പിടിച്ചില്ലേ? എന്നാ നിനക്ക് എന്നെ പിടിച്ചില്ലേ? എത്ര നാളാണ് കണ്ടിട്ട്. ബാംഗ്ലൂരിൽ നീ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതാണ് ഈ ആകസ്മികമായ കണ്ടുമുട്ടൽ എന്നൊക്കെ പറയുന്നത്. ഈ ആകസ്മികമായ മരണം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ മനസ്സിന്റെ ഐക്യം കൊണ്ടാണ്. നോക്ക്, നീ USA, ഞാൻ USA. നീ ബാംഗ്ലൂര്, ഞാൻ കേരളത്തില്. അത് നമ്മുടെ സ്വഭാവത്തിന്റെ വ്യത്യാസം. അവിടെ കുളം തോണ്ടിട്ട് തന്നെ ഇങ്ങോട്ട് വന്നിരിക്കുന്നു. നീ ചുമ്മാ ഒരു കാര്യം തമാശ പറയാതെ. ഇത് വലിയ തമാശയായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇതുകൊണ്ടാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ എന്റെ കൂടെ മലയാളികൾ വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. എനിക്ക് മനസ്സിലായി. അല്ല, മലയാളത്തിൽ എന്തുവാ KP നാക്ക് പഠിക്കാതെ പറഞ്ഞു. അപ്പൊ കന്നഡ ഞാൻ ഇവിടെ ചോദിച്ചത്. ഈ എന്തോ പറഞ്ഞേ? അതായത് മലയാളികളാവുമ്പോൾ പാര വെക്കും. നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഏതാവത് അനുമാന ഫുൾ ഡീറ്റെയിൽ ഈ മനുഷ്യ കേള്. ഓക്കെ, നിന്റെ ഫ്രണ്ടും ബെസ്റ്റ് പാർട്ടിയുടെ സാറി ആനപ്പുറത്തിരിക്കാൻ കൊതിച്ചോ ശൂലത്തിൽ पुराना म्यूजिक है या वाओ Fantastic, fascinating, and a friend. Transtab. Transtab. Okay. It's really terrific, you know? The Transtab voltage stabilizer. Advertising है ना? हाँ. टी 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 टी. मस्त. Thank you, Mr. Harigaran. It's a nice work. She has done a wonderful job. Thank you, sir. Welcome. This is my maiden measure, so please see that your check will not bounce. I am studying for salary. Come. Sir? Sir? മറ്റൊന്നും വിചാരിക്കരുത്. എന്റെ ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ശമ്പളം അല്പം കൂടി കൂട്ടിത്തരാൻ പറ്റുമോ സർ? ഒരു 50 രൂപയെങ്കിലും. വെറും ഒരു കോപ്പി റൈറ്റർ ആയിട്ടോ മോഡലോ ആയിട്ടോ അല്ല ഞാൻ കാതെ കണ്ടിട്ടുള്ളത്. കുട്ടിയുടെ വിഷമം കേട്ടപ്പോ ഒരു മലയാളി അല്ലേ എന്ന് കരുതി സഹായിക്കാം. ഇവിടുന്ന് കിട്ടുന്ന 300 രൂപയിൽ 150 രൂപ വാടക കൊടുക്കണം.
ബാക്കിയുണ്ട് ഇക്കാലത്ത് എങ്ങനെ ജീവിക്കുക? ഹൗസ് ഓണർ ആണെങ്കിൽ ദിവസവും ബഹളമാ. വാടക കൂട്ടിത്തരണമെന്നും പറഞ്ഞ്. എന്റെ ഉള്ള സമ്പാദ്യം മുടക്കിയ ഞാൻ ഇത് കെട്ടിക്കയറ്റിയത്. ബാങ്ക് ലോൺ വേറെ. കാശുണ്ടായിട്ടല്ല, പിന്നെ എങ്ങനെയൊക്കെ തട്ടിമുട്ടി പോകുന്നതേ 50 ഉള്ളൂ. rupees. ഞാൻ ഇത് വെച്ച് കൂട്ടും. നല്ലൊരു വർക്ക് കിട്ടിയ എന്റെ കൂടെ നിൽക്കുന്നവരെ ഞാൻ ഒരിക്കലും മറക്കില്ല. തീർച്ചയായും ഞാൻ ശമ്പളം കൂട്ടിത്തരാം. അതുവരെ ഒരു നിവൃത്തിയില്ല കുട്ടി. അമ്മച്ചി കൊള്ളാമല്ലോ വയസ്സ് കാലത്ത്. വീണ്ടും ഒരു സ്മോൾ ഒഴിച്ച് മോളെ ലാർജാ. അയ്യോ വെള്ളമില്ല ഒറ്റ മോന്ത്. അയാ ഗാഥ ചരക്ക് കൊല്ലാൻ കേട്ട ഷോപ്പിംഗ് കഴിഞ്ഞു വരികയാണെന്ന് തോന്നുന്നു. കയ്യിൽ കുറെ പൊതികളുണ്ട്. മുകളിലെത്തി അവൾ ബെല്ലടിക്കുന്നു. അതാ കഥ തുറക്കുന്നു. അവൾ അകത്തേക്ക്. അതിനിടയിൽ അമ്മച്ചിയോട് എന്തോ പറഞ്ഞു. അവൾ ബെഡ്റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് പോകുന്നു. അകത്ത് ലൈറ്റിട്ടു. പ്രകാശം പരന്നു. അവൾ കയ്യിലുള്ള പൊതികൾ മേശപ്പുറത്തേക്ക് വലിച്ചെറിയുന്നു. ഹാൻഡ് ബാഗ് എടുത്ത് കട്ടിലേക്ക് എറിയുന്നു. പിന്നീട് അവൾ പിന്നീട് അവൾ നീതാ ഞാൻ നോക്കാന്ന് പറഞ്ഞില്ലേ. നീതാ ഞാൻ നോക്കാം. ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വായിച്ചിട്ടുണ്ട്. നേരത്തെ വ്യക്തമല്ലെന്ന് പറഞ്ഞാണ് എന്തോന്ന് അത് പിന്നെ പറയാം. ഇതെന്തോ റൗഡി തോന്നാ. സമാധാനമായി. പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ട്. നീ എന്തോന്ന് കണ്ടത്? എന്തോന്ന് കണ്ടത്? എന്തോന്ന് ഫുൾ നേക്കഡ്. ഫുൾ നേക്കഡ്. ഓടാ ഫസ്റ്റ് ഡേ ഫുൾ നേക്കഡ് ഒന്നും കാണാൻ നോക്കില്ല. കണ്ട് സത്യം സത്യം സത്യം. വന്ന അവൾ അപ്പുറത്തുണ്ട്. വാച്ച് ചെയ്യണം. വായി നോക്കിയിരിക്കരുത്. നീ എന്നെ പഠിപ്പിക്കുന്ന വേണ്ട, എനിക്കറിയാം. ഈ കൊറേനെ എവിടുന്ന് കിട്ടി? 7 മൈൽ ദൂരം എന്ന് അറിയാൻ വെള്ളമായിരുന്നല്ലേ. കല്ലിനെ കുറിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തന്നെ ബാംഗ്ലൂരോട്ട് വന്നത്. ഞാനത് റിപ്പോർട്ട് ചെയ്യും കേട്ടോ. അയ്യോ റിപ്പോർട്ട് ചെയ്യല്ലേ. റിപ്പോർട്ട് ചെയ്ത് അവരെന്നെ ഞാനപ്പോ ഡീസന്റ് ആയി പോയതുകൊണ്ട് നിന്നെ പോലെ തറയാവാൻ എന്നെ കൊണ്ട് പറ്റില്ല കേട്ടോ. ഞാൻ അച്ചോടെ പന്തേ പറ്റോ. ഈ കേസ് ഞാൻ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്റെ പേര് പട്ടി കിട്ടും. നിങ്ങളുടെ സമ്മതിക്കണ്ടല്ലേ. നമ്മുടെ വീട്ടിലെ പട്ടിക്ക് കേൾപ്പിനായിരുന്നു പേര്. ഞാൻ വന്ന ദിവസം തൊട്ട് നീ എന്നെ ഒരുമാതിരി ആക്കുന്നുണ്ട്. അത് കൈ വെച്ചിരുന്നാ മതി. ഈ കേപ്പിയുടെ തടി എന്താണ് നമ്മളെ പോലുള്ള ഡീസന്റ് പാർട്ടികൾ ഇതുപോലുള്ള അലവലാദികളോട് സംസാരിക്കുന്നത്. പിന്നെ നീ ഇതെങ്ങനെ ഒപ്പിച്ചെടുത്തു? അമ്മായിയപ്പന്റെ ഒരു ഗിഫ്റ്റാ. ശ്രീധനം നിനക്ക് ഇവിടെ വീടും സൗകര്യമൊക്കെ ഉണ്ടായിട്ട് നീ നിന്റെ ആത്മാർത്ഥ സുഹൃത്തിനെ ഒരു വാടക അത് എനിക്കും തോന്നിയാണ്. ആലീസിന്റെ അപ്പനും അമ്മയൊക്കെയാണ് വന്നിട്ടുണ്ട്. അവിടെ ആകെ കൂടെ ഒരു ബഹള. നിനക്ക് അതൊക്കെ ഒരു അസൗകര്യമായിരിക്കും. അതുകൊണ്ടാണ്. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നാളെ ഉച്ചയ്ക്ക് എന്റെ വീട്ടിൽ ഊണ്. ഓക്കെ. ക്ഷീണമുണ്ട്. അല്ല ഉറക്ക ക്ഷീണമുണ്ട്. ശരി അല്ലയാ ഞാൻ റൂമിലോട്ട് വരട്ടാ. എന്തിന്? ഒരു സ്മോള്. ആലീസിന്റെ അപ്പനും അമ്മയൊക്കെ വീട്ടിലില്ലേ? ആലീസിന്റെ അപ്പനാ? അതൊന്നും സാരല്ല. നാളെ ഉച്ചയ്ക്ക് ഉണ്ണാൻ വരുമ്പോ കൊണ്ടുവരാം.
बेचारे को ड्रिंक करना है. ഹലോ 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 ओए ഹലോ കിട്ടിയില്ല. Good evening, Aunty. Good evening. Yes. What do you want? I am from the telephone department. Sorry. I said what do you want? I am from the telephone department. Any repair, telephone repair? No repair, you go. ഈ നേരത്താണോ റിപ്പയർ? മണി എത്രയായെന്ന് അറിയാമോ? Sorry, ഞാൻ വായിച്ചെടുത്തില്ല, ചോദിച്ചിട്ട് വരാം. Hey, Yes. it's 10:15. Ah. No repair, you go. അല്ല ആന്റി, ഉണ്ട് ഷുവർ, എനിക്കറിയാം. അല്ലെങ്കിൽ ആസ്ക്. അതെ, ഈ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഇവിടുത്തെ ഫോണിന് കുഴപ്പമുണ്ടെന്ന്? കേട്ടോ, അപ്പൊ കുഴപ്പമുണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഡെഫിനറ്റ് ആയിട്ട് എനിക്കറിയാം കുഴപ്പമുണ്ടെന്ന്. ഫോൺ അവിടെ. കുഴപ്പമുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ആന്റി, ഞാൻ ആ രഹസ്യം ഇനി വിളിച്ചു വെക്കുന്നില്ല. ഈ ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റ് എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടി ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു കമ്പ്യൂട്ടർ ഇൻസ്റ്റാൾ ചെയ്തു. എവിടെ ഏത് ഫോണിന് കുഴപ്പമുണ്ടായാലും ആ കമ്പ്യൂട്ടർ ഉടനെ വിളിച്ചു പറയും ആ ഫോണിന് കുഴപ്പമുണ്ടെന്ന്. അങ്ങനെ ആ കമ്പ്യൂട്ടർ വിളിച്ചു പറഞ്ഞ് ആദ്യത്തെ ഫോണ് ഇവിടുത്തെയാണ്. കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ ഒരു ഭാഗ്യം ആന്റിക്ക് ഉണ്ടായി. ബൈ ദ ബൈ, ആന്റിയുടെ പേരെന്താണ്? I'm Margaret Annie Rodriguez. Nice. മട്ടാഞ്ചേരിയിലായിരുന്നു. ആന്റിക്ക് ഇവിടെ ജോലി കിട്ടിയപ്പോ ഞാനും കൂടെ ഇങ്ങ് പോന്നു. Poor man, he's no more. May his soul rest in peace. But he won't rest in peace. Because എന്റെ ആഗ്രഹം അതാണ്. മരിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിൽ വെച്ച് മരിക്കണം. ആന്റി അക്കാര്യത്തിൽ ദൈവം സഹായിക്കും. പിന്നെ എന്നെ ഞാൻ പരിചയപ്പെട്ട ഉണ്ണികൃഷ്ണൻ. സ്നേഹമുള്ളത് എന്നെ ഉണ്ണി എന്ന് വിളിക്കും. മാഗി ആന്റി എന്നെ ഉണ്ണിനെ വിളിക്കാവുള്ളൂ. ടെലിഫോൺ ഡിപ്പാർട്ട്മെന്റിലൊക്കെ എനിക്ക് നല്ല പേരാ. ഇതാരാ മകളാ? നല്ല സ്മാർട്ട് കുട്ടി. എന്റെ പേര് എന്താ പേര്? ഗാഥ. രാത്രി ഇങ്ങനെ ന്യൂട്രൽ മൂലൊക്കെ കഴിച്ച് ടെലിഫോൺ റിപ്പയർ ചെയ്യാനല്ലേ വന്നത്? ഈ ഫോൺ എവിടെയെന്ന് ചോദിച്ചു. അവിടെ അവിടെയാണല്ലേ? എല്ലാവരും ഇങ്ങനെ പുറകെ വരണമെന്നില്ല, ഞാൻ പോയി നന്നായിക്കൊള്ളാം. അയ്യോ, എന്നെ പറ്റി വേറൊന്നും വിചാരിക്കണ്ട. ഞാൻ ടെലിഫോൺ നന്നാക്കാൻ വന്നതാണ്. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം വേണം. ടെലിഫോൺ റിപ്പയർ ചെയ്യാൻ വെള്ളം വേണം? അല്ല, കുടിക്കാൻ. ഹലോ, കേക്കാം. എടാ പുല്ലെ കൂടുതൽ ചെലവാക്കാതെ. अरे മതിയോ? ഹലോ. യെസ്, യെസ്. വിളിച്ചോ? അല്ല, ഇവിടെ. ഹലോ. ഹലോ. हेलो. No man. अरे This is nice. Man, this is bad. ഇനിയും ഫോൺ റിപ്പയർ ചെയ്തില്ലേ? ഫോണിലല്ല കുഴപ്പം. അത് നേരത്തെ അറിഞ്ഞൂടായിരുന്നു. സോറി, പോസ്റ്റില്ല.
എന്താ നിങ്ങളുടെ കയ്യിൽ? നിന്നെ കണ്ടിട്ട് എന്തോ ഒരു കള്ള ലക്ഷണം. ഞാൻ വളരെ ഡീസന്റ് ആണ്. അയ്യേ ഞാനൊന്ന് കാണട്ടെ. All these gold actually old movies make you feel very good. That was hilarious scene. But if you see, I like that auntie, that Margaret. yes, something like that. yes. But But if you see, he's a amazing. police officer now. Here, he's here to catch her father. Her father, who ran from the jail. Absolutely. But this is gonna be fun. This is gonna be super fun. I want that guy also. Humpty Dumpty set on a wall. Cool guy. It's nice. It's nice. It's a start and it's hilarious. So let's wait for more. Meanwhile, take care. Bye bye.